welcome back to our channel. ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. Living in Sri's room. Guys, ഈ റൂം ഞങ്ങൾ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരുപാട് സീക്രട്സ് ഒളിഞ്ഞു കിടക്കുന്ന ഒരു റൂമാണ് ഗൈസ്. അപ്പൊ ഇന്ന് നമ്മൾ മൊത്തത്തിൽ ആ സീക്രട്സ് ഒക്കെ വിളിക്കാൻ പോവാണ്. നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിവിംഗ് ഇൻ സ്ട്രീറ്റ് റൂം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു വീഡിയോ ആണത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ റൂമിനുള്ളിൽ എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്, എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. കുറെ ഞങ്ങൾ കാണാത്തത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും, ഞങ്ങൾ കണ്ടത് ഉണ്ടാവും. അപ്പൊ എല്ലാം കൂടി വെച്ചിട്ട് ഇവിടെ എങ്ങനെയാണ് കുറെ സാധനങ്ങളുണ്ട്, ചിലപ്പോൾ കാണിച്ചു തരാൻ മറന്നു പോവല്ലോ. അപ്പൊ കുറെ സാധനങ്ങൾ ഇതിനുള്ളത് കണ്ടുപിടിക്കാനുണ്ട്. പിന്നെ ഒരുപാട് പേര് ഈ റൂം ടൂർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിച്ചു. നമ്മൾ ഓൾറെഡി റൂം ടൂർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഓടാ റൂം ടൂർ കഴിഞ്ഞ ശേഷം ദിവസം എന്ന് പറയുന്ന പോലെ ഓരോരോ സാധനങ്ങളിൽ ആഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ പണ്ട് കണ്ട സാധനങ്ങളെ അല്ല ഈ റൂമിലുള്ളത്. കുറെ വ്യത്യാസങ്ങൾ, കുറെ അപ്ഡേഷൻസ് ഇതിൽ ശ്രീ കൊണ്ടുപോയി. എല്ലാവരും കൂടി നമുക്ക് ഒരേപോലെ ഇരുന്നാലും ബോറടിക്കില്ലേ? അപ്പൊ ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. വിചാരം ഞാൻ ഈ റൂമിൽ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ടെന്നാണ്. ഒളിപ്പിച്ച് വെച്ചാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഈ വാങ്ങി കൂട്ടുന്ന സാധനങ്ങളൊക്കെ എവിടെയെന്ന് അറിയണ്ടേ? ക്യൂട്ടായിട്ടുള്ള കുറെ സാധനങ്ങൾ ഇങ്ങനെ ശ്രീ വാങ്ങി. അതൊന്നും പുറത്തിലാണില്ല. അതെവിടെയെന്നാണ് ഇവര് ചോദിക്കുന്നത്. നമുക്ക് കാണാൻ ഇവരെ കൂടെ ഇന്നത്തെ ദിവസം അക്കോമഡേറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ഈ റൂമിൽ ചെയ്തിട്ടുണ്ട്. സാധനങ്ങൾ അതും കൂടെ കൂട്ടത്തിൽ കാണിച്ചാലുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് മൊത്തത്തിൽ ഇതൊരു ശ്രീന്റെ വണ്ടർലാൻഡ് ആണ്. ശ്രീസ് വണ്ടർലാൻഡ്. അത് പ്രിന്റ് ഇട്ടിട്ട് ഡോറിന് പുറത്തോട്ട് അതിന്റെ ഒരൊറ്റ കുറവ് മാത്രമേ റൂമിലുള്ളൂ. ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആണ് കേട്ടോ. ഈ ഡോർ ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാല് ഇത് വേറെ തന്നെ ഒരു ലോകാണ് വേണ്ടത്. അതെ, ഇതിനപ്പുറത്തേക്ക് ഒരു റിയാലിറ്റി, ഇത് നമ്മള് എക്സ്പെക്ടേഷനിൽ ജീവിക്കൂലേ, അതുപോലത്തെ ഒരു റൂമാണിത്. അപ്പൊ ഓരോന്നോരോന്നും കാണിച്ചു തുടങ്ങിയാലോ കാക്ക കുറെ സമയം എടുക്കുന്നത് കാണിച്ചു കൊടുക്കാൻ. ചെറിയ നുള്ളു നുറുങ്ങു മുതൽ ഇവരുടെ കണ്ണിലൂടെ തന്നെ ആയിക്കോട്ടെ. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാറുണ്ട്. കുറെ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ എക്സ്ട്രാ സാധനം. അതായത് ഞങ്ങളെ ഇവിടെ പറഞ്ഞല്ലോ, ഞങ്ങളെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത് വെച്ചൊരു സാധനം ആ മൂലയിലുണ്ട്. അത് നമ്മൾ വരുന്ന വഴിക്ക് ഇങ്ങനെ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഒരു സംഭവം കാണിച്ചത് അങ്ങോട്ട്. ഇവിടെ എന്തോ പിച്ച് പറിച്ചിട്ട് പോലല്ലേ. ഇതെന്താണെന്നറിയോ? ശ്രീ സ്ലിപ്പറി ഫ്ലോർ എഴുതിച്ചതാ. അതെ, അതിലേക്ക് വേണ്ടി അത് മമ്മി പെട്ടെന്ന് കേറുമ്പോ സ്ലിപ്പ് ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു. കണ്ടീഷണർ ഷാമ്പൂ കെട്ടിട്ട് തല കഴുകിയ സമയത്ത് ഫുൾ ഫ്ലോറിലായി. അപ്പൊ കുറച്ച് സ്ലിപ്പറി ആയിരിക്കുമല്ലോ. അപ്പൊ മമ്മിനോട് പറയാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് ഓളെന്താക്കി ഇവിടെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ട് ഓള് പോയി. ഞാൻ നല്ല വെള്ള പേപ്പറിൽ പിങ്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ഞാൻ എഴുതി വെച്ചു. മമ്മി കണ്ടത് അതിന് വ്യത്യാസം വന്നിട്ടില്ല. മമ്മി കണ്ടതോടെ ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ റൂമൊക്കെ കാണുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഒരു സിമ്പിൾ സ്കിൻ കെയർ റുട്ടീന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടൊരു സ്കിൻ കെയർ റുട്ടീന് ഫോളോ ചെയ്തതിന് ശേഷമാണ് അതെന്റെ സ്കിന്നിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായത്. പോരാതെ ഒരു സ്കിൻ കെയർ റുട്ടീനിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഒരു കൃത്യമായിട്ടുള്ള മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക എന്നുള്ളത്. അപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ന്യൂട്രിഡേമിന്റെ OG മോയ്സ്ചറൈസിംഗ് ലോഷൻ. ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും കൂടെ റെഡ്നെസ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പോരാതെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതോടെ എന്റെ സ്കിന്ന് ഓൾ ഡേ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു വിത്തൗട്ട് ഫീലിംഗ് ഗ്രീസി. അങ്ങനെ ഇരിക്കെ ഈ അടുത്തായിട്ട് ഞാൻ ന്യൂട്രിഡേമിന്റെ തന്നെ അൾട്ടിമേറ്റ് ഹൈഡ്രേറ്റിംഗ് ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങി. ഇത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ മുന്നേ ഇവരുടെ തന്നെ OG മോയ്സ്ചറൈസിംഗ് ലോഷൻ ഞാൻ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആണ് ഈ അൾട്ടിമേറ്റ് ഹൈഡ്രേറ്റിംഗ് ക്രീം എന്ന് പറയുന്നത്. ഇത് സൂപ്പർ ലൈറ്റ് വെയിറ്റും ഹൈഡ്രേറ്റിംഗും ആണ്. പോരാതെ ഇത് നമുക്ക് യാതൊരു ഗ്രീസി ഫീലിംഗും തരാതെ വളരെ ക്വിക്കായിട്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്രീം പ്രൈമർ ആയിട്ട് നമ്മുടെ മേക്കപ്പിന്റെ അടിയിൽ അങ്ങനെ യൂസ് ചെയ്യുകയും ചെയ്യാം. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ഇ ഫോസ്ഫേറ്റ് നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുകയും പിന്നെ നമ്മുടെ സ്കിന്നിന്റെ റെഡ്നെസ്സിനെ സൂത്ത് ചെയ്യുകയും ചെയ്യുന്നു. ഇതിലെ റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിനെ ജെന്റിലായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിന്റെ ഒരു ബ്രൈറ്റ്നസ് നൽകുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിലെ ടൈറ്റാനിയം ഡയോക്സൈഡ് നമ്മുടെ സ്കിന്നിന് ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ പോലെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഓൾ ഡേ മോയ്സ്ചേർഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുകയും ചെയ്യും. ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്ന ക്രീമാണ്. ഇതെന്റെ സ്കിന്നിന് ഒരു നാച്ചുറൽ ആൻഡ് ഹെൽത്തി ഗ്ലോ തരുന്നുണ്ട്. പോരാതെ ഇത് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലിയും ആണ്. ഈ ഒരു കുഞ്ഞു സാധനം ഞാൻ എവിടെ പോവുകയാണെങ്കിലും എനിക്ക് കൂടെ കൊണ്ടുപോകാനും പറ്റും. അപ്പൊ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ന്യൂട്രിഡേം ഇന്ത്യന്റെ ഒഫീഷ്യൽ സൈറ്റിലും ആമസോൺ, നൈക്ക പിന്നെ ഐബേരിയ സ്കിൻ ബ്രാൻഡ്സിലും അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് കാർട്ടിൽ താഴെ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും. അപ്പൊ എല്ലാവരും
എന്തായാലും പർച്ചേസ് ചെയ്യുക. അപ്പൊ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഗൈസ് ഇനിയുള്ള സമയം നമുക്ക് ശ്രീന്റെ റൂം ഇവിടെ ഇങ്ങനെ ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഫസ്റ്റ് ആയിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഈ ബെഡാണ്. അതിനെപ്പറ്റി എനിക്ക് 2 വാക്ക് പറഞ്ഞേ തീരൂ. ഞാൻ അതിൽ പറയാൻ പോകുന്നത് എന്താ വെച്ചാല്, ഞാൻ കണ്ടാൽ തന്നെ മനസ്സിലാവും പിങ്ക് കളർ പില്ലോ, നീല കളർ വിരി, മഞ്ഞ കളർ പുതപ്പ്. അപ്പൊ എത്രത്തോളം എന്താ പറയാ ഒരു കളർഫുൾ ലൈഫാണ് ശ്രീ ആഗ്രഹിക്കുന്നത്. ആ ഒരു ചിന്തയെ പറ്റി നിങ്ങൾ ചിന്തിക്കണം. അതല്ല, ഇതിന്റെ എന്താ വെച്ചാല് ഈ ബ്ലൂവിന് പില്ലോനുള്ള കവർ ഉണ്ട്, ബെഡിനുള്ളതുകൊണ്ട് പില്ലോനുള്ളതുകൊണ്ട്. ഈ പിങ്കിന് ബെഡിന് വെക്കാനുള്ള സാധനങ്ങളുണ്ട്, പക്ഷെ ശ്രീ അത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തത്. അതെനിക്ക് എല്ലാം കൂടെ സിംഗിൾ കളറായി എനിക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ രസം തോന്നില്ല. അതെ അതെ അതെ, നമ്മൾ ആ റൂമിൽ നിർത്തുന്ന സമയത്ത് നമുക്ക് കണ്ണിന് രസം വേണ്ടേ, അതെ. അത് മാത്രം ഇവിടെ ചെയ്തോളൂ. അത് സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ കേട്ടോ. പർപ്പിള്, ബ്ലൂ, പിങ്ക് അങ്ങനെ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ശ്രീ ബെഡിന് വിരിക്കുക. പിന്നെ ഇത് കാണുമ്പോൾ എനിക്ക് കടലിൽ പോയ പോലെ കടലിലേക്ക് നോക്കുമ്പോൾ ഓരോ ഫീൽ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കടലിലേക്ക് പോയ പോലത്തെ ആ ഒരു കടലിനുള്ളിൽ പായലില്ലേ, അതുപോലെ അതിന് കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ് എടുത്തിട്ടുണ്ട്. രാത്രി കാണാൻ എന്ത് രസാന്ന് പറയോ ഇവിടെ. ഇവിടെ ലൈറ്റ് കുറവായിരുന്നു, അപ്പൊ പിന്നെ ഈ ഒരു സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അല്ല, ഈ ബെഡിനും ബ്ലൂ വിരിയും കൂടെ ആകുമ്പോ എന്താ പറയാ ഒരു സീ തീമിലേക്ക് പോയിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ്. നല്ല സുഖമാണ് ഈ ബെഡിൽ കിടന്നുറക്കാൻ. പ്രത്യേകിച്ച് ആ തലക്കാണ് ഭയങ്കര സോഫ്റ്റ് ആണ്. അതിന് തല ചേർന്ന് നല്ല രസമാണ്. ചാമിക്ക് പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും ഉറങ്ങാൻ എന്നുള്ളതാണ് കേസ് മെയിൻ. അപ്പൊ ഇവിടെ കിടന്നുറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ അതിന്റെ മുകളിൽ വരുന്നത് 1, 2, 3, 4, 5 കബോർഡിന്റെ ഒരു കാര്യം എന്താ വെച്ചാല്, ഈ റൂം സെറ്റ് ചെയ്ത സമയത്ത് ആ കബോർഡ് ഇല്ലായിരുന്നു. അതിന് ശേഷമാണ് ശ്രീ അത് വെച്ചത്. കാര്യം ഓൾ അപ്പോഴേ ആലോചിച്ചു, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വെക്കാനുണ്ട്, അപ്പൊ എനിക്ക് ഇവിടെ ഈ കബോർഡ് തികയില്ല. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ റൂം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുള്ളൂ. ഈ കബോർഡ്സ് ഒക്കെ തുറന്നാൽ ശരിക്കുള്ള എന്റെ സ്വഭാവം കാണാൻ പറ്റും. ഫുൾ അതുപോലെ തുറന്നു കാണിക്കും. അതെ, ഇത് ഫുള്ള് ഇതില് മൊത്തം ഡ്രസ്സുകളുണ്ട്, അതിൽ ശ്രീന്റെ ബാഗുകളുണ്ട്. അതിൽ ഞാനിപ്പോ യൂസ് ചെയ്യാത്ത യൂസ് ചെയ്യുന്ന ബാഗ്സ് ഞാൻ വേറൊരു വാർഡ്രോബിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കയറാൻ ബുദ്ധിമുട്ടല്ലേ, അപ്പൊ എളുപ്പമുള്ള സ്ഥലത്തേക്ക് മാറ്റിയത്. പിന്നെ ഇവിടെ സാധാരണ ഞങ്ങൾ മുന്നേ കണ്ട റൂം ടൂറിൽ കണ്ട സാധനങ്ങൾ അങ്ങനെയാണ്. മിറർ ഉണ്ട്, കബോർഡ് ഉണ്ട്, ഇതൊക്കെ സാധനങ്ങളുണ്ട്. പിന്നെ കുഞ്ഞു ട്രീ കൊടുത്തു. പുതിയതായിട്ട് ശ്രീ കൊണ്ടുവച്ചത് ഇതാ നല്ല ലൈറ്റിന്റെ ഒരു ട്രീ ആണ്. ഇതൊക്കെ രാത്രി ഇപ്പൊ നല്ല രസല്ലേ. പിന്നെ ഈ ഒരു സൈഡിലേക്ക് ശ്രീക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. അലമാരുണ്ട്, അലമാരിലുള്ള ഡ്രസ്സ് കാര്യങ്ങളുണ്ട്. ഇനി ഞാൻ പറഞ്ഞുതരാം അതിനാണ് ഞാൻ ഇവിടെ ഇരുന്നത്. ഇവിടെ പുതുതായിട്ട് ആഡ് ചെയ്തതാണ് ഈ ഒരു കബോർഡ് കേട്ടോ. ഇവിടെ 1, 2, 3 സ്റ്റോറേജ് ഉള്ള ഒരു കബോർഡാണ്. ഇത് തുറന്നു സ്വർഗമാണ്, സ്വർഗം. അതെ, ഒരു ബേക്കറിയിലേക്ക് എത്തി നോക്കുന്ന പോലെയാണ് ഇതിന്റെ ഉള്ളില്. ഈ നട്ട്സുകള്, കടല മിഠായി, പിന്നെ പേട, ഡേറ്റ്സ്, അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെന്തായത് കുഞ്ഞ് മറ്റേ ബട്ടർ ബിസ്ക്കറ്റ് ആണെന്ന് തോന്നുന്നു. അല്ല, ആ മറ്റേ തേങ്ങന്റെ ബിസ്ക്കറ്റ് ഇല്ലേ, അതാണ്. അങ്ങനത്തെ ഞാൻ ഇടക്കിടക്ക് അഞ്ചിരിക്കടയും കൂടുതൽ ഞാനാ ഇതെടുത്തത്. അതാ സ്നിക്കേഴ്സ് ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. എന്ത് ഡേറ്റ്സാ? എന്താ ഡേറ്റ്സ്? അതെ, പൊട്ടറ്റോ ചിപ്സ് ഗൈസ്. ഇതില്ലേ സംഭവം എന്താ വെച്ചാൽ, ഇത് എനിക്കും മമ്മിക്കും കൂടെ വേണ്ടിയിട്ടും ഇവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ സെറ്റ് ചെയ്തതാണ്. സംഭവം വെച്ചാൽ മന്ത്ലി ഞാൻ ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്യും. അപ്പൊ ഇടയ്ക്ക് നമുക്ക് ബോറടിക്കുമ്പോൾ ഇതിന്ന് ഓരോന്നായിട്ട് എടുത്ത് തിന്നാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതൊരു ചെറിയൊരു മിനി ബേക്കറി ആണ് ഗൈസ്. പിന്നെ അതിന്റെ ഉള്ളില് എന്താ പറയാ, ഇതിന്റെ ബാക്കിയുള്ള സാധനങ്ങള്, ജ്വല്ലറീസ്, ഓർണമെന്റ്സ് ഒക്കെ എനിക്ക് വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ചായന്റെ സാധനം, ടീ ബാഗ് അതുണ്ട്. പിന്നെ എന്തൊക്കെ ഫയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്തതിലെന്താ, അതിന് ഭൂരിഭാഗം ടിഷ്യൂസ് ഉണ്ട്. പിന്നെ ഓള് പറഞ്ഞ ബാഗുകൾ അതാ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സ്നാക്സ് വേണമെങ്കിൽ ഇവിടെ വരിക, ഈ കബോർഡ് തുറക്കുക, എടുക്കുക, കഴിക്കുക. അതായിട്ട് എന്റെ പണി തുടങ്ങി ഞാൻ. അത് ഇവർക്കുള്ള സ്പെഷ്യൽ സൗകര്യമാണ്. വേറൊരു സാധനം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ഈ അടുത്ത് ഞാൻ ആഡ് ചെയ്ത സംഭവം കേട്ടോ. ഈ സംഭവം വന്നതിന് ശേഷം ഞാൻ ആഡ് ചെയ്തതാണ്. ഇങ്ങനത്തെ ഒരു ട്രേ. അതില് ഇപ്പൊ ഇവര് വന്നുകൊണ്ട് ഞാൻ 3 ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്റെ മിനി ഫ്ലാസ്ക് ആണ്, ഇതെന്റെ വലിയ ഫ്ലാസ്ക് ആണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു പിങ്ക് ട്രേയിൽ ഞാൻ ഫുള്ള് ടീ ബാഗ്സും പിന്നെ 5 കാപ്പി മാത്രമേ കുടിക്കുള്ളൂ. അപ്പൊ 5ക്ക് സ്പെഷ്യലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കാപ്പി കുടിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകമായിട്ട് കാപ്പി ബ്രൂവിന്റെ ആ ഒരു പാക്കറ്റ്സും കൂടെ ഞാൻ നിറച്ചിട്ടുണ്ട്. ഈ കെറ്റിൽ നമുക്ക് വെള്ളം ചൂടാക്കിയിട്ട് നമുക്ക് ചായ വേണോ കാപ്പി വേണോ എന്താ വേണ്ടെന്ന് വെച്ചാല് ഇവിടെ നിന്ന് കുടിച്ച് കെറ്റില് വെള്ളം ചൂടാകുമ്പോഴത്തേക്ക് ഏത് സ്നാക്സ് വേണമെന്ന് സൈഡിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു, എടുത്ത് വെക്കുന്നു, അപ്പത്തേക്ക് തിളയ്ക്കുന്നു, ഗ്ലാസ്സിൽ ഒഴിക്കുന്നു, കുടിക്കുന്നു, ഇന്ന് തിന്നുന്നു. അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഒരു ചെറിയ റിസോർട്ട് പോയ ഒരു ഫീൽ ഇല്ലേ, ആ ട്രേയും ഗ്ലാസും അതൊക്കെ കാണുന്ന സമയത്ത് ഒരു രസമല്ലേ. നമുക്ക് ഇങ്ങനെ റൂമിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇരുന്നിരിക്കുമ്പോൾ നമ്മള് എന്തെങ്കിലും വർക്ക് ചെയ്ത് മടുത്തു, അപ്പൊ നേരെ ഈ ചെയറിൽ നേരെ
ഇങ്ങോട്ട് തിരിയാ ചെയ്തോണ്ടിരുന്നോട്ട് ഇങ്ങോട്ട് തിരിയുന്നു ചായ എടുക്കുന്നത് അതാണ് അവളെ രീതി. ആ ലൈറ്റ് കാണിച്ചു കൊടുക്കും. ഈ ലൈറ്റ് എങ്ങനെ ഓഫായി നോക്കട്ടെ. കണ്ടോ ഇത് ഞാൻ നൈറ്റിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. കാരണം ഭയങ്കര എന്താ പറയുക, നമ്മൾ ഈ കടലിന്റെ അടിയിലൊക്കെ പോയൊരു ഫീലാണ്. ഇതിപ്പോ നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറിൽ വേണമെങ്കിലും ഇടാം. ഇതിലിപ്പോ ബ്ലൂ ഉണ്ട്, നമുക്ക് പിങ്ക്, പർപ്പിൾ ഉണ്ട്, പിങ്ക് ആക്കാം, യെല്ലോ ആക്കാം. എല്ലാ കളറുകളും ഇത് സല്ലുവിന്റെ അടുത്തും എന്റെ അടുത്തും ഉണ്ട് കേട്ടോ ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത്. അതെ, ഇത് ഞങ്ങൾ എല്ലാവരും എടുത്തുണ്ട്. ഷാമിനിപ്പോ എന്താണ് ഓളെ റൂം എന്റെ റൂം അത്രക്ക് അങ്ങോട്ട് റെഡി ആക്കിയില്ല. ഞാൻ കുറച്ചിങ്ങനെ റെഡിയാക്കി വരുന്നുള്ളൂ. അപ്പൊ എന്റെ റൂം സെറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുള്ളൂ. കുറെ സാധനങ്ങൾ എന്റെ കയ്യിൽ ഉണ്ട് കേട്ടോ, പക്ഷെ ഇതൊക്കെ ഞാൻ അപ്പഴേ വാങ്ങുള്ളൂ ഗൈസ്. ആ ഒരു രീതിയിൽ നിൽക്കുകയാണ്. പിന്നെ കാര്യമായിട്ട് ടേബിള് ഞാൻ സ്റ്റിക്കേഴ്സ് കുറച്ച് മാറ്റി, ഒരു കുറച്ച് സ്റ്റിക്കേഴ്സ് മൊത്തം മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുണ്ട് ഇവിടെ സ്റ്റിക്കേഴ്സ്. കുറെ സെൽഫ് ലവിന്റെ എന്തൊക്കെയോ വാട്ട് ഗോസ് അറൗണ്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഫോട്ടോസ് ആണ് ഗൈസ് ഇവിടെ മൊത്തത്തിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആഡ് ചെയ്തു. പിന്നെ എനിക്ക് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഇതാ ഈ സ്കെച്ചും സാധനങ്ങളും മാർക്കേഴ്സും ഒക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡ്രോർ കൊടുത്തു. ഒന്നും കൂടെ ഓർഡർ ചെയ്തിട്ട് ഇതിന്റെ മുകളിലേക്ക് കുറച്ചും കൂടെ സാധനങ്ങളുണ്ട്. വെച്ചാൽ ഇതുണ്ടോ, ഈ സാധനങ്ങളൊക്കെ അവിടേക്ക് കെട്ടിട്ട് കണ്ടില്ലേ, ഇപ്പൊ കണ്ടില്ലേ, ഇത് തുറന്നപ്പോ വേറെ കുറെ സാധനങ്ങൾ വന്നു. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, ഇവിടെ പലതും ഉണ്ട് നമ്മൾ കണ്ടില്ല. ഈ ഒരു ബോക്സ് കണ്ടില്ലേ, ഈ ബോക്സ് വരെ ശ്രീ വളരെ ആലോചിച്ച് തെരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. കാരണം ഓക്ക് വിചാരിച്ചത് എന്താണോ ആ സാധനങ്ങൾ ഓള് കറക്റ്റ് ആയിട്ട് തെരഞ്ഞു പിടിച്ച് വാങ്ങിക്കും. അതാണ് ഓളൊരു കഴിവ്. സത്യം നല്ല പറയാട്ടോ, ഞാൻ നല്ല പറഞ്ഞതോ. ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ഉള്ള സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. ശ്രീയുടെ കുറെ ക്രാഫ്റ്റിന്റെ സാധനങ്ങൾ ഇതിലുണ്ട്. ഇതാണ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനുള്ള ബുക്ക്. പിന്നെ ക്രാഫ്റ്റ് ചെയ്യാനുള്ള എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിയാം. പല കളറിലുള്ള സ്കെച്ചുകൾ ഉണ്ട്, പേസ്റ്റൽ കളേഴ്സ് ഉണ്ട്, പെന്നുകൾ ഉണ്ട്. ഇത് പുതിയതല്ലേ, ഇത് പെയിന്റ് ആണെന്ന് തോന്നുന്നു. അവള് കുറെ ആയി പറയുന്നത് ഇങ്ങനെ ഈ വാട്ടർ പെയിന്റ് പോലത്തെ സാധനം ചെയ്യാം. അത് നോർമൽ, ഇത് പേസ്റ്റൽ നോർമൽ ആയിട്ട് അടിയിലുണ്ട്. ഇത് ഞാൻ കണ്ടില്ല ഇതുവരെ. ഇത് പേസ്റ്റൽ കളർ, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുക. ഇത് പുതിയതാണ്. അതാ പറഞ്ഞത്, എപ്പോഴൊക്കെ ഓരോ നീട്ടയ്ക്ക് വരുന്നതെന്നുള്ള അറിയില്ല. അപ്പൊ ഈ പെയിന്റ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്കാണ് ഇത്. കാര്യം കുറച്ചും കൂടെ കട്ടിയുള്ള പേജാണ്. അപ്പൊ ഞാൻ ഇതിൽ നീ ചെയ്താലോ? വെള്ളം മാത്രം പോലെ പ്രശ്നമുണ്ട്. ഏറ്റവും അടിയിലുള്ള പ്രശ്നം ഇതിപ്പോ ഈ സംഭവം ശ്രീ അടുത്തായിട്ട് ചെയ്തതാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ടുള്ള ഇത് ചെയ്തിട്ട് ഇതിപ്പോ ഭയങ്കര കളർഫുൾ ആയിട്ട്. ആദ്യമുള്ളത് ഇത്രമാത്രം കളർഫുൾ അല്ലേനോ, ഇപ്പൊ നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആണ് ശ്രീ തൊട്ടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ടേബിളിന്റെ മുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവം കേട്ടോ. ഇത് ഈ ഒരു സ്കെച്ചൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന സാധനമാണ്. ഇതാ, ഇത് നമുക്ക് ഇങ്ങനെ കളറുകൾ ഇതിന്റെ ഉള്ളിൽ തന്നെ കാണാൻ പറ്റും. ഇതിങ്ങനെ വലിക്കാം. ബ്രഷുകളുടെ ഒരു കൂട്ടം, 2 ടൈപ്പ് ബ്രഷ് ഉണ്ട്. ഇതിങ്ങനെ പുതിയതാട്ടോ അത്. ഇത് കുറച്ച് വലിയ വലിയ ബ്രഷുകൾ, ഇങ്ങനെ സ്ക്വയർ ടൈപ്പ്. ഇതിങ്ങനെ ഒരു എന്താ പറയാ പെൻ ടിപ്പ് പോലത്തെ ഒരു ടൈപ്പ് ബ്രഷ്. അത് കൂടാതെ ഞാൻ ഇവിടെ ഇരുന്നിട്ടോ, ഇത് ഞാനിവിടെ ചമ്രം പഠിച്ചിരുന്നു. ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. ഇത് നമ്മളെ വാഷി ടൈപ്സ് ആണ് ഗൈസ്. അത് കുറച്ചെണ്ണം ഉണ്ട്. ഇത് പിന്നെ നമുക്ക് ഇങ്ങനെ ഒളിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സാധനം. പിന്നെ ഇതാ ഇതിന്റെ ഉള്ളില് ഇത് ബുക്കുകൾ മാത്രമാണ് തോന്നുന്നല്ലേ. അത് നമുക്ക് അന്ന് ചാലഞ്ചിന് കിട്ടിയ ബുക്ക്. ചാലഞ്ചിന് കിട്ടിയ ബുക്ക് ഇത് ചാലഞ്ചിന് കിട്ടിയതാണ്. ഇതില് കുറെ സ്റ്റിക്കേഴ്സ് ഉള്ളത്. ഇതില് ഭൂരിഭാഗം ഞാൻ ഒന്നും കൂടെ മേടിച്ചു. നല്ല രസമുണ്ട്. അതായത് അന്ന് നമുക്ക് ഓരോരുത്തർക്ക് കിട്ടിയത് ഓരോരുത്തർ കൊണ്ടുപോയി. അതല്ലാതെ ഒക്കെ എക്സ്ട്രാ വേണം തോന്നുന്നത് ഓള് വേറെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തു. അത് എനിക്കില്ലേ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങള്. അപ്പൊ എന്തായാലും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ ബാക്കി ഞാൻ മേടിച്ചു. ഇതെന്താ സാധനം? അത് നമുക്ക് അന്ന് കിട്ടിയത്. ഇതുണ്ടായിരുന്നു. എനിക്ക് ആ ഗ്രീന് കിട്ടിയതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇത് ഗ്രീൻ ഒക്കെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ ഇങ്ങനെ ഈ ബുക്ക് അത് ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഒരു 8 ബോക്സ് മേടിച്ചിട്ട് ഓരോ കളർ വൈസ് അറേഞ്ച് ചെയ്യാൻ വെച്ചിരുന്നു. പിന്നെ ഗൈസ് ഞാൻ ഈ ഒരു പേർപ്പിൾ ഈ ഒരു പെന്നിന്റെ സാധനം ഇവിടെ മേടിച്ചു. ഇതൊക്കെ പുതിയതാട്ടോ. ഇത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഈ പേസ്റ്റൽസ് മൊത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ പേസ്റ്റൽസ് മൊത്തം ഞാൻ ഇങ്ങനത്തെ ഒരു പിങ്ക് ഒരു പെന്നിന്റെ ഒരു സംഭവത്തിൽ ഇട്ട് വെച്ചു. ഇതാണ് എനിക്ക് ഈ ഡെസ്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള. നല്ല രസമില്ലേ? അത് ശരിക്കും ഒറിജിനൽ പോലെ തോന്നുന്നുണ്ട്. ആണ്, പക്ഷെ ഇത് ഫുള്ള് പ്ലാസ്റ്റിക്കാ. എനിക്ക് പൊടി അലർജി ഉള്ളതുകൊണ്ട് ഈ സാധനം അഥവാ പൊടി ആയാലും എനിക്ക് ഒറിജിനൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്താക്കുന്ന വെച്ചാൽ ക്യാരക്ടർ സ്വിച്ചിന്റെ വീഡിയോയിൽ കണ്ടില്ലായിരുന്നോ, ഞാൻ നേരെ പുറത്തുകൊണ്ടായിട്ട് കഴിവുന്നുള്ളത് ശരിക്കുള്ള കാര്യം. പ്ലാസ്റ്റിക്കിന്റെ പൂക്കൾ വാങ്ങിക്കൊണ്ടുവെക്കുന്നത്. അപ്പൊ ഇത് ഭയങ്കര പൊടി ആയാലും ഞാൻ നേരെ പൈപ്പിന്റെ ചോട്ടി കൊണ്ടുവെക്കും. ഒന്ന് അവിടെ നിന്ന് കുടയും. അപ്പൊ പൊടി പോയി. എന്നാ ഞാൻ തിരിച്ചു വിടാം. പോലെ ജീവിക്കാൻ
തുടങ്ങി ഗൈസ്. ഞാനിത് അവിടെ ഇങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത്, ക്രാഫ്റ്റ് അല്ല ചിത്രം വരച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് പേസ്റ്റൽസ് മുന്നിൽ ഉണ്ടല്ലോ, അതെടുത്തിട്ട് കളർ ചെയ്യാൻ വേണ്ടിട്ട് ഞാനിവിടെ ജീവിക്കാൻ പോണുള്ളൂ. അതിന് ഒരു സാധനം എടുത്തരണം, അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ബ്രഷിന്റെ പെണ്ണ് നിർത്തരോ പെയിന്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഈ റൂം കയറി കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ് ഗൈസ് ഞങ്ങളെ മെയിൻ പരിപാടി. ക്രാഫ്റ്റ്, ഡ്രോയിങ്, പാട്ട് പാടുക, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, ഈ സ്നാക്സ് പെറുക്കി തിന്നുക, ചായ വെക്കുക, അതൊക്കെ ഞങ്ങളെ മെയിൻ പരിപാടി. ഇത് തുറന്നു കഴിഞ്ഞിട്ട് ഇതിലേക്ക് വെള്ളമൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടി പറയണല്ലോ. ഇതുണ്ടോ വെള്ളം ഇതിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പമ്പുള്ള സാധനത്തിനാണ് വെള്ളം വെക്കുന്നത്. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രഷിന്റെ മുകളില് പെയിന്റ് ആവുമല്ലോ, അപ്പൊ ആ പെയിന്റ് ആവുന്നത് കഴുകി കളഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത കളർ ഇതിൽ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള വെള്ളമാണ് ഇത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ശ്രീ 2025 ജീവിച്ചത് 2030. അപ്പൊ നമ്മളിതിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുണ്ടോ, ഇതിലിങ്ങനെ പമ്പ് ചെയ്തിട്ട് ഇതൊക്കെ എവിടെ കണ്ടുപിടിക്കുന്നില്ല ഈ സാധനങ്ങളൊക്കെ. ഓക്ക് ഇങ്ങനെ വേണം. അപ്പൊ അതിന് എന്താ ഉള്ളതെന്നുള്ള മാക്സിമം നോക്കുക, അതാലോചിക്കുന്നു, തപ്പുന്നു, വാങ്ങുന്നു, ഇവിടെ സെറ്റ് ആക്കി വെക്കുന്നു. ഞാനും ഇവിടെ ഇരിക്കും. നമ്മളെന്താ വരയ്ക്കുന്നെങ്കിൽ കാണുന്നു. ഞാനൊരു താമര വെക്കാന്ന് വിചാരിക്കുന്നത്, നല്ല രസമുണ്ടാവും. ഈ പിങ്ക് ഞാൻ എടുത്തിട്ട് കുറച്ച് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആക്കുക. ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മളെ ഈ പമ്പ് ചെയ്ത് ഇങ്ങനെ വരുന്ന പോലത്തെ ഒരു സംഭവം കേട്ടോ. അതുകൊണ്ട് അതാ നല്ല രസമല്ലേ? നല്ല രസമുണ്ട്. അത് ഞെക്കിയാൽ അതിന്റെ ടിപ്പ് കൂടെ വെള്ളം വരും. അപ്പൊ നമുക്ക് വേണ്ടത് അങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് ആക്കിയാൽ മതി. ഗൈസ് ഇവിടെ ടച്ചിന്റെ ലാമ്പൊക്കെ ഉണ്ട്. കണ്ട ഗൈസ്, എനിക്ക് ചിത്രം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇത് കുറച്ചും കൂടെ നീക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ചിത്രം പറയട്ടെ. ഇവിടെ നിന്ന് ഇനി പോണം എന്ന് പറയുന്നത്. രണ്ടു ദിവസം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്താലോ എന്നാലോയ്ക്കും. ഒറ്റ ദിവസം അവിടെ തന്നെ ഇരിക്കും, ഞങ്ങൾ പോവില്ലേ. ഇനി ലാസ്റ്റ് ഇവിടെ ചവിട്ടി പുറത്താകട്ടെ. മുഴുവൻ ഞങ്ങൾ വിചാരിക്കുന്ന എല്ലാ സംഭവവും ഈ റൂമിന്റെ ഉള്ളിലുണ്ട്. ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. വൈകുന്നേരം അല്ല, ഇരുടായിട്ടില്ല. സന്ധ്യ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നല്ല കോഫി ഉണ്ടായി കൊടുക്കാം. കോഫി പോലെ ഞങ്ങൾ കുറെ നേരം വരച്ച് ശീലിച്ചിട്ട് ഞാൻ വരച്ചതാണ് ഗൈസ്. വരച്ചതല്ല, ഞാൻ ഓയിൽ പെയിന്റ് ആണ് കേട്ടോ ചെയ്തത്. അപ്പൊ ഇതാണ് ഒരു താമര ആണ് ഞാൻ ഉദ്ദേശിച്ചത്, താമരയും താമര മുട്ടൊക്കെ. ഇവിടെ ഞാനിത് ആർട്ട് ബൈ അഞ്ജിത എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, അഥവാ എടുക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും വന്ന് ഞാൻ ശ്രീന്റെ ബുക്ക് മറച്ചു നോക്കാം. അപ്പൊ പെട്ടെന്ന് ശ്രീ ഞാൻ വരച്ചെന്ന് വിചാരിക്കണ്ട. അപ്പൊ ഞാനാണ് വരച്ചതെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ട്, പിന്നെ നോക്ക് പറയാനും എളുപ്പമാണ്. അഞ്ച് വരച്ചതാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ എഴുതി ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ചെറുതായിട്ട് ചെറിയ ചിത്രങ്ങളെ വരച്ചുള്ളൂ ഗൈസ്. ഞാനിതാ ഈ പൂമ്പാറ്റ, പൂക്കള്, പിന്നെ ഇതാ ജേർണലിംഗ് പോലെ ഇങ്ങനെ ഒരു സംഭവം അങ്ങനെയൊക്കെ വരച്ചുള്ളൂ ഗൈസ്. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പേര് എഴുതാൻ പോകും. എനിക്ക് നല്ല കാരണം റൂമിന്റെ ഉള്ളിൽ ഇവർക്ക് വേണ്ടിട്ട് കോഫി ഉണ്ടാക്കി കൊടുക്കണു, ഓരോ സൗകര്യങ്ങൾ സ്നാക്സ് ഒക്കെ വേണം ചെയ്തെടുത്തോളൂ. മറന്നുപോയി ഞങ്ങള്. ഇവിടെ ഒരു മിനി ബേക്കറി ലഞ്ചിക്കലുണ്ടല്ലോ. എനിക്ക് ചിപ്സ് നിന്ന് ഭാഗ്യാക്കിട്ട് ഒരു ബട്ടർ കുക്കീസ് പോലത്തെ ഒരു സാധനം ഇല്ലേ, കോക്കനട്ട് ബിസ്ക്കറ്റ് അല്ലേ? അതല്ല, അത് അതിന്റെ അടുത്ത് എന്താ? അത് ബട്ടറാട്ടോ. ശരി, അതല്ലേ ഞാൻ പറഞ്ഞേ. അല്ലേ, ഇത് ബട്ടർ കുക്കിയാ ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് പിന്നെ കോക്കനട്ട് ബിസ്ക്കറ്റ്. എന്തൊക്കെ തിന്നാന്നൊരു ഐഡിയ ഇല്ല. സാധാരണ ബ്രെഡ് സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്. ഇന്ന് ന്യൂട്ടൺ അതിന്റെ അടിയിലുണ്ട്. ഇവർ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇതിലാ ഞാൻ ബ്രെഡ് അല്ലേ വൈകുന്നേരം ചിലപ്പോ നമുക്ക് തിന്നാൻ തോന്നും. താഴേക്ക് ഇറങ്ങി എനിക്ക് മടിയാണ്. അതിനോടാണ് ഇതൊക്കെ ഇവിടെ തന്നെ സ്റ്റോർ ചെയ്തിട്ടില്ല. അതാണ് സംഭവം. ഇത്രയും മടിച്ച് നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടോ? ഉണക്കെ ഈ റൂമിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിട്ടാ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഒരു ബർഗർ. ഞാൻ ഭാവിയിൽ ഞാൻ വരുത്തതായിരിക്കും. ഓള് ചിലപ്പോ അതും ചെയ്യട്ടോ, വിശ്വസിക്കാൻ പറ്റില്ല. മറ്റേ സാൻഡ്വിച്ച് മേക്കർ ആയില്ലേ? അയ്യോ, അത് ഞാൻ അല്ല, എനിക്ക് ഇഷ്ടമായി. ഞാൻ ഓളക്കൊണ്ടിങ്ങനെ
വർത്താനം പറഞ്ഞോണ്ട് നിന്നപ്പോ ചിലപ്പോ ഒന്ന് കൊടുത്തതാളൂ. ശ്രീക്കാണോ ഞാൻ ഇത് ഒരു ബൈക്ക് ഞാൻ ഇപ്പൊ ഒരു പ്രഡിക്ഷൻ പറയാം. കാക്ക കണ്ടോ, കുറച്ച് കാലം കഴിഞ്ഞാല് ഇവിടെ സാൻഡ്വിച്ച് മേക്കർ വരും. ഉറപ്പായിട്ട് ഇവിടെ സാധനം ഉണ്ടാവും. ഉണ്ടാക്കുന്നു, ബ്രെഡ് റോസ്റ്റ് ചെയ്യുന്നു, വെക്കുന്നു, തിന്നുന്നു, ഇതൊക്കെ എനിക്ക് ഞാൻ ഒരു ഐഡിയ കൊടുക്കാൻ ഇനി അതിനും കൂടെ ഉള്ള താഴേക്ക് അല്ല ഞാൻ കാര്യം പറയട്ടെ, ഈ റൂം കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് എനിക്കൊരു വൈഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നേ. അത് വീട്ടുകാര് ചെറുതായിട്ടൊന്നും എതിർത്തോണ്ട് നടന്നില്ല. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇതിന്റെ ടോപ്പ് നമ്മള് ഇങ്ങനെ ഹോളാക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റെയർ നേരെ മുകളിലേക്ക് കൊടുക്കുക. മുകളില് എനിക്കായിട്ട് കുറച്ചും കൂടി സ്പേസ് വെക്കും. മുകളിൽ ടെറസ് അല്ലേ, കുറച്ചുകൂടെ വൈഡായിട്ട് നമുക്ക് എടുക്കാലോ. അങ്ങനെ എടുത്തിട്ട് അവിടെ നിന്ന് വെച്ചാൽ നമ്മുടെ റൂമിന്റെ ഉള്ളിൽ നിന്ന് സ്റ്റെയർ കയറിയിട്ട് വേറെ റൂമിൽ നമ്മൾ പോവാണ്. ഭയങ്കര നല്ല. അതായത് മേലത്തെ റൂം ഓളതുണ്ട്, ഇവിടെ ഉള്ളത് ഓള റൂം തന്നെ. അതിന്റെ ഉള്ളില് മേലേക്ക് താഴേക്ക് സമ്മതിച്ചില്ല. കാരണം മുകളിലെ മോളിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു അറിയില്ല. അതുകൊണ്ട് വീട്ടുകാരത് എടുക്കാൻ സമ്മതിച്ചില്ല. പിന്നെ മോളെ കാണാൻ കിട്ടൂല. എന്തൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളില് കഴിച്ചു. ഒക്കെ എടുത്ത് പുറത്ത് കടലമുട്ടായി ഉണ്ട് ഇതിന്റെ ഉള്ളില്. അത് തരുമോ? ഇത് കടലമുട്ടായോ? അല്ല, നട്സ് നട്സ് ഉണ്ട് ഇതിന്റെ ഉള്ളില്. അല്ല, ഞാൻ വെറൈറ്റിന്റെ ഒരു ഇത് പറഞ്ഞു കേട്ടോ. ഇത് എന്താ പറയാ, ഡേറ്റ്സിന്റെ ഉള്ളിൽ നട്ട്സും ബദാമും പിസ്തയുള്ളത്. ഇത് നട്സ് മാത്രം. ഇത് നല്ലോണം കൂടിയിട്ട് ചില്ല ഉറുമ്പ് വരും. പിന്നെ നാളെ ദിവസം നമ്മളെ റൂം പറ്റില്ല. ഉറപ്പായിട്ട് നല്ലത് വെച്ചാ ഇതില്ലേ റൂമിന്റെ ഉള്ളിൽ വെക്കുമ്പോ പറഞ്ഞാൽ നമ്മൾ അത്ര തന്നെ ശ്രദ്ധിക്കണം. അതാണ് ഇതിന്റെ ഒരു കാര്യം. ഇത്ര പോരെ ഓരോരുത്തർക്കും കുറച്ചുകൂടെ കടുപ്പമാവാം അല്ലേ. നല്ല കിടലൻ കോഫിയാന്ന് തോന്നുന്നു. അതെ അതെ, എനിക്ക് ഊഞ്ഞാലാടുന്നൊരു ഫീൽ ഉണ്ട്. നല്ല രസം. കുടിച്ചൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ. അതെ അതെ, എനിക്ക് കടുപ്പുള്ള തരോ? ഇതോ ഇങ്ങനെയാണ് നമ്മള് അറിയാതെ പണിയെടുക്കുക. അവിടെ വെക്ക്. ഞാൻ എന്താ പറയാ, അവിടെ സ്ഥിരമായിട്ട് കോഫി ഉണ്ടാക്കാറില്ലേ. ഞാൻ ടീ ബാഗ് വേഗം അതിൽ വെച്ചിട്ട് ഒരു കട്ടർ ഉണ്ടാക്കണല്ലേ എളുപ്പം. സാധാരണ അതാ ചെയ്യാറ്. ചൂടുള്ള മധുരം കുറച്ച് പോയി, കുറച്ചുകൂടെ മധുരം ഇടാം. ഇവിടെ ഒരാൾക്ക് നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചിട്ടുള്ളത് അതല്ലേ പെട്ടെന്ന് ചായയൊക്കെ താഴെ തൂക്കൂല ഗൈസ്. അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് പോക്കറ്റ് ടിഷ്യൂ. ഫുൾ ഫെസിലിറ്റീസ് ആണ് ഗൈസ് ഇവിടെ. എന്താ പറയല്ലേ, ഇവള് എന്താ പറയാ, പുറത്ത് പോകുമ്പോ കൂടെ എടുത്ത് ഏറ്റവും കൂടുതൽ പോക്കറ്റ് ടിഷ്യൂ ചോദിക്കുന്ന ഇവളാ അല്ലേ. അതെ, കാണുന്ന സമയത്ത് ശ്രീന്റെ ബാക്കിൽ നിന്ന് ഒരു വെളിച്ചം, തലന്റെ ബാക്കിൽ അഞ്ച് ഇവിടെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നോക്ക് വന്ന മുതൽ തിന്നാൻ തുടങ്ങിയത്. അത് എന്തായാലും പറയാ, കുഞ്ഞ് ഒരു പപ്പടത്തിന്റെ ടേസ്റ്റ്. അതിന് പപ്പടത്തിന്റെ ടേസ്റ്റ്. ഈ ഡ്രീം ക്യാച്ചർ ഉണ്ടോ, അത് നല്ല ഭംഗിയിലാണ്. എനിക്ക് ഇഷ്ടമായി ഇത്. ആദ്യം ഇവിടെ അല്ലേ, ആദ്യം ഇതില്ലേ ഗൈസ്, ഞാൻ കാണിച്ചുതരാം. ഈ സ്ഥലത്തേനു കേട്ടോ. ഇവിടുന്ന് എടുത്തിട്ടാണ് കാക്ക തോടുന്ന ശ്രീ ഇത് ഇവിടെ കൊണ്ടുവച്ചത്. ഇത് പേസ്റ്റൽ തീം ഞാൻ കറക്റ്റ് നോക്കി വാങ്ങിയ സാധനം. നല്ല ഭംഗിയില്ല. പേസ്റ്റലാവുമ്പോ പ്രത്യേക ഒരു രസമാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെയുള്ള ഈ ഒരു ഇതില്ലേ ബൊമ്മ, ഇത് മറ്റേ താറാവിന്റെ കൂടെ ഉള്ളതല്ലേ. ഏറ്റവും ഒന്നിന്റെ കൂടെ ഉള്ളതാണ് എനിക്ക് ഇഷ്ടമായി. ഞാനിത് വേഗം സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇട്ടു. താറാവ് പുറത്തുണ്ട്. അവിടെ താറാവ് ഇവിടെ താറാവിന്റെ. ഇതിന് മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. കഴുത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് കരയും. ഇങ്ങനെ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കരയൂല. ഇങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം. ഗൈസ് ഞങ്ങൾ പറഞ്ഞില്ല ഇവിടെ രാത്രി ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയെ കാണാൻ. ഞാൻ കാണിച്ചുതരാം ഗൈസ്. ആദ്യം തന്നെ ഈ ബെഡിന്റെ ഭാഗത്തേക്കൊക്കെ എന്ത് രസമാണ്. ഇത് കണ്ടോ, നല്ല ഫെയറി ലൈറ്റ്സും ആ ഒരു ഗ്രീൻ പ്ലാന്റ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയില്ല ഇവിടെ കാണാൻ. ഇതാണ് കറക്റ്റ് ലൈറ്റ് കിട്ടോ. ഞാൻ ഏകദേശം ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചത്. ഇതാണ് കറക്റ്റ് ലൈറ്റ്. പിന്നെ ഇവിടെ അഞ്ച് എന്തൊക്കെയോ പണിയിലാണ് ഗൈസ്. എന്തൊക്കെ ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ ഞാനിങ്ങനെ എടുത്തു നോക്കുക. അതുണ്ടോ ഹെയറിൽ കുത്തുന്നുണ്ടോ. അത് നല്ല രസമല്ലേ. എനിക്ക് ഈ കളറിൽ
ഉണ്ടല്ലോ ഇങ്ങനെ സ്റ്റോൺസ് ആയിട്ട് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട്. പിന്നെ കയ്യിലിടുന്ന സാധനം അത് പർപ്പിൾ കളർ തന്നെ, ഒന്നും നോക്കാൻ. അത് നമ്മൾ കൂർക്ക് പോയപ്പോ വാങ്ങിയതല്ലേ? ഇത് കണ്ട കഴിച്ച് ഈ ലൈറ്റ്സ് നൈറ്റിൽ കാണാൻ നല്ല രസം. ഇവിടെ ഒരാളുണ്ട് ഇതിന് കണ്ടിട്ട് അത് ബാഗിൽ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നു. ഇതിങ്ങനെ നമുക്കിങ്ങനെ ഇതാക്കാം. അത്യാവശ്യത്തിന് വരുന്ന സമയത്ത് ഫാൻസി ആയിട്ടുള്ള ഒരു സാനിറ്റൈസർ. അഞ്ചി ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്ക് എന്തൊക്കെയോ തലയിലൊക്കെ സാധനങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഫോണിന്റെ കേസുകളാണ് ബാക്കിയുള്ള കേസസ് ആണ് 1 2 3 4. ഇനി ഞാൻ ഇപ്പുറത്തെ ഭാഗം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് കണ്ടോ ഗൈസ്, എന്ത് രസം അവിടെ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടതാ ഈ ഒരു സ്പേസ് ആണ് കേട്ടോ. അത് അവിടെ നിന്ന് ഇങ്ങനെ രാത്രി ഇവിടെ നിന്നാണ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യലല്ലേ? ഞാൻ ഇവിടെ ഇരിക്കും, എന്നിട്ട് ഇപ്പൊ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാനത് കാണിച്ചിരുന്നില്ല ഈ സ്റ്റാൻഡ്. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ബുക്കിലേക്ക് വെക്കണമെങ്കിൽ വെക്കാം, നമ്മുടെ മുഖത്തേക്ക് വെക്കണമെങ്കിൽ വെക്കാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇവിടെ എന്റെ പെന്നും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി അത് കൂടുതലെങ്കിൽ ഇതാ ഇവിടെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടി ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് എന്റെ ക്രാഫ്റ്റ് ഐറ്റംസ്. അപ്പൊ ഇതിന്നൊക്കെ ഓരോന്നെടുത്ത് ഞാൻ ഇപ്പൊ മെയിൻ ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജേർണൽ ബുക്ക് കാരണം നമുക്ക് ചാലഞ്ചിൽ കിട്ടിയില്ലേ ഈ ഒരു ബുക്ക്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് ഒക്കെ പോവുകയാണെങ്കിൽ അതിനും ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുവരാം അല്ലെ. കുഞ്ഞാണ് എന്ന് വെച്ചാൽ ഇതായിരുന്നു ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന് കുറച്ച് പോരടിച്ചു, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലേക്ക് ഞാൻ മാറും. അപ്പൊ ഇത് തുറന്ന് ഇങ്ങനെ കാര്യമായിട്ട് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ലാസ്റ്റ് ഞാൻ ചെയ്തത് ഇതല്ല, അത് കുറച്ച് മുന്നേ ചെയ്തതാ. ലാസ്റ്റ് ഞാൻ ചെയ്തത് ഇതാണ്, നല്ല രസല്ലേ, ഒരു പേർപ്പിൾ. ഇത് ആ വീഡിയോയിലുള്ള ഇത് ആണ് നമ്മുടെ ഷോർട്സിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കും. സത്യം പറഞ്ഞ രാത്രിയില് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് സമാധാനമായിട്ട് ഇങ്ങനെ എത്ര നേരം വേണേലും സത്യമായിട്ട് ജേർണൽ ചെയ്തിരിക്കാൻ പറ്റും കേട്ടോ. ഈ പർപ്പിൾ കളർ ഉണ്ടോ, ഇപ്പൊ ശരിക്കും ഒരു കടലിന്റെ ഉള്ളില് അങ്ങനെ ഭയങ്കര ഒരു ഫാന്റസി വേൾഡ് പോലെ തോന്നില്ലേ ഈ കളറ്? അത് മുകളിലേക്ക് നോക്കുന്നു, മുകളിലേക്ക് അതിന്റെ ഷെയ്ഡ് ഇങ്ങനെ അടിക്കും. അലകൾ ഇതാ ഇവിടെ ഇങ്ങനെ ഈ ഒരു സൈഡ് രാത്രി ഇങ്ങനെയാണ് കേട്ടോ കാണാന്. ഇവിടെ ഒരാൾ കണ്ണാടിന്റെ മുന്നിൽ എണീക്കുന്നില്ലേ? ഞാൻ അവിടെ വെറുതെ ഇരിക്കുക, ഇവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കല്ലേ. ഇനി ഇവിടെ എന്താ ഉള്ളത് ഞാൻ അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. സാധനം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഫോട്ടോ എടുത്തെടുത്ത് അതിൽ ഇങ്ങനെ ആക്കി വെക്കുകയും അതാണ് സമയത്ത് കറക്റ്റ് ആ ഫോട്ടോ വരും. അപ്പൊ നമുക്ക് അതിനാട്ടോ അത് ആ പൂമ്പാറ്റകൾ അവിടെ ഉള്ളത്. ഇതാ ഇവിടെ ഫോട്ടോസ് സെറ്റ് ചെയ്യാനുള്ളതാ. പക്ഷെ ഫോട്ടോസ് ശ്രീക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ശ്രീ അത് അങ്ങനെ വെച്ചാൽ അതെന്തെങ്കിലും നമുക്ക് ഫോട്ടോസ് തന്നെ വേണമെന്നില്ല. നമുക്ക് ഇങ്ങനെ പെയിന്റ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ഇതില്ലേ, ഇപ്പൊ ഇവിടെ വെച്ച പോസ്റ്റേഴ്സ് ഇല്ലേ, ആ സൈസ് ഇതിന് മാച്ച് ആവൂല. അപ്പൊ കുഞ്ഞു സൈസ് വേണം. അപ്പൊ അങ്ങനെ നമുക്ക് പെയിന്റ് ചെയ്തിട്ട് ഇവിടെ തൂക്കാനാണ് എന്റെ പ്ലാൻ. ഇൻസ്റ്റാക്സിലുള്ളത് കുറച്ച് വലുതായിരിക്കും, ചിലപ്പോൾ സെറ്റ് ആയില്ലെങ്കിലും അപ്പുറത്തുള്ള ബോള് ഞാൻ പിന്നെ ഒഴിച്ചിട്ടതാട്ടോ. കാരണം ചില സമയത്ത് രാത്രിയിൽ ഒരു മൂഡ് തോന്നും ഇങ്ങനെ സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്താക്കുന്ന വെച്ചാൽ ഇവിടെ അന്ന് ഷാമിന് ഫോൺ കൊടുക്കുന്ന വീഡിയോ ഇല്ലേ, അതിന് ശരിക്കും ഞാൻ ഇവിടെ എന്താ പറയാ പ്രൊജക്ടർ വെച്ചു. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് സിനിമ എന്നുള്ള രീതിയിലാ സത്യമായിട്ട് ആ ബോൾ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിന്ന സിനിമ നല്ല രസമാണ്. ഇവിടെ ശ്രീ ആയിട്ട് ജീവിച്ചോണ്ടിരിക്കുന്നു. സമയത്ത് ഇതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുത്തണല്ലോ. അപ്പൊ ഞാൻ ശ്രീന്റെ ഒരു ശ്രീ ഹെയർ ഇങ്ങനെ ഫ്രണ്ടിൽ ബാങ്ക്സ് ഉള്ള അതിവിടെ ഞങ്ങൾ പറഞ്ഞല്ലോ ശ്രീ ആയിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ പോകുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്കുള്ള പണിയാ റൂം ഡെക്കറേറ്റ് ചെയ്യലല്ലേ, ഇടയ്ക്കിടയ്ക്കുള്ള പണിയാണ് റൂം ഡെക്കറേറ്റ് ചെയ്യല്. അപ്പൊ ഇത് ഏതായാലും ബ്ലാങ്ക് ആയി കിടക്കല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സ് എന്തെങ്കിലും വരച്ചിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ തൂക്കിയിടുന്ന പോലെ നമുക്ക് ഒട്ടിക്കാം. അപ്പൊ ഞങ്ങൾ അതിനുള്ള അല്ല അപ്പൊ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. നമ്മളിങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നത് നമ്മൾ വരച്ച പിക്ചേഴ്സ് ആണ്. നമ്മൾ വരച്ച പിക്ചേഴ്സ് ആണ്, ഫോട്ടോസ് ഒന്നും അല്ലാതെ നമ്മൾ വരച്ച പിക്ചേഴ്സ്. അപ്പൊ അതിനുള്ള സാമഗ്രികൾ നമ്മൾ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞ് ഇതിങ്ങനെ എന്താ പറയാ പേപ്പർ 5 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈസിൽ മതിയാവുന്നത് അത് അതും വേണ്ട, അത് ആവുമ്പോ ഗ്രിഡ് അതിൽ ചെറുതാക്കി അത് ഗ്രിഡ് കാണൂല അവസാനം. അപ്പൊ നമുക്ക് ഇതിലിങ്ങനെ കളർ ചെയ്ത് നമുക്ക് വരച്ചിട്ട് അവിടെ അങ്ങനെ ഓരോന്ന് തൂക്കാം. നമ്മള് ഒന്ന് ഈ സൈസിലും പെയിന്റ് ചെയ്യും, പിന്നെ ഈ സൈസിലും പെയിന്റ് ചെയ്യും. രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാവുമ്പോ നല്ല ഭംഗി ഉണ്ടാവും. ഞാനിതുണ്ട് ഒരു കുഞ്ഞൊരു ലാവൻഡർ ഷെയ്ഡിലുള്ള പൂ വരച്ചോണ്ടിരിക്കുക കേട്ടോ. രസമുണ്ടോ? രസല്ലേ? അതിന് ബ്ലാക്ക് ഔട്ട്ലൈൻ ഒന്നും നല്ല രസമേ. നമ്മുടെ ജേർണലിംഗ് ചെയ്യുന്ന പോലെ ഞാനിവിടെ ഫോൺ നോക്കിയിട്ട് ഓരോന്ന് വരച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ മാത്രമൊന്നും വരച്ചിട്ടില്ല. ഞാനൊരു കാലാ വരയ്ക്കുന്നത്. കാലം ഒരു ഹീൽസ് ഉള്ള കാലും ഒരു പിങ്ക് കളർ അതാണ് വരയ്ക്കുന്നത്. സ്ത്രീക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതാ 2 സൈസിലെ ഫോട്ടോസ് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. 2 പൂക്കൾ തന്നെ വരച്ചിട്ടുണ്ട്. ആ ഡ്രോയിങ് അതന്നെ അതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഷാമിന്റെ കാണിച്ചോണ്ട്
ഞാനിത് രണ്ടെണ്ണം വളാക്കി വെച്ചിട്ടുണ്ട്. നല്ല കുഴപ്പമില്ല കേട്ടോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഞാൻ 3 വരച്ച് 3 മൂന്നെണ്ണം വരയ്ക്കാതെ ഓൾ അവിടെ എണീക്കൂല. അല്ല എനിക്ക് നല്ല രസം അങ്ങനെ ഇത് പെട്ടെന്ന് തീരുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് അടുത്ത പിക്ചറിലേക്ക് പോവാലോ. ഇനി നമുക്ക് ഒട്ടിക്കാം. നല്ല രസം. അതാണ് interesting part. ആദ്യം ഞാൻ ഒട്ടിക്കട്ടെ. ഓ ഏതാ, പിങ്കിലോ ബ്ലാക്കിലോ? പിങ്ക് വെച്ചോ? പിങ്കിലിന്റെ വെച്ചാൽ കാണൂല. കുഴപ്പമില്ല കേസ്. ആദ്യം തന്നെ ഞാന് ഇത് ഇവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ക്രോസ് ആക്കി വെച്ചു കൊടുക്കാം. ഹായ്, ഇനി അടുത്ത 5-ന്റെ ഇനി ഇന്റെ വെക്കാം. ഇന്റത് ഇത് ഞാൻ ബ്ലാക്കിൽ വെക്കാം. കൊള്ളാല്ലേ, രസമുണ്ട്. രസമുണ്ട്. ഇനി ഇന്റെ ഈ കുഞ്ഞൊന്നുണ്ട് കേട്ടോ, അത് നമുക്ക് ഇത് പിങ്ക് തന്നെ ആൻസർ ചെയ്ത് നല്ല രസവും ഇവിടെ വെക്കാം. അടുത്തത് ഇന്റേതാണ് ഗൈസ്. ഞാൻ ഈ പിക്ചർ എനിക്ക് തോന്നി ഇവിടെ വെക്കാം. അതായിരിക്കില്ലേ അതാ ഭംഗി. ഇങ്ങനെ കുറച്ച് മിനി പിക്ചേഴ്സ് വരച്ച് നിറച്ചു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവില്ലേ? ഇത് ഇതിലേക്ക് കൂടി നമുക്ക് നിറയ്ക്കണം ഗൈസ്. അത് പിന്നെ നിറയ്ക്കാം അല്ലേ? പിന്നെ guys, ഈ റൂമിൽ ലഞ്ച് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, ചെയറായിട്ട് ഇങ്ങനെ അങ്ങോട്ടും എനിക്ക് ഇങ്ങോട്ടും. ഇഷ്ടമായി. ഞാൻ ഇവിടുന്ന് നേരെ ഇങ്ങനെ പോന്നിട്ട് നേരെ ഒറ്റ തീയലാണ് നേരത്തെ തല അടിച്ചു ഇവിടെ. നിങ്ങൾ ഈ റൂമിൽ കയറിയാൽ ഇങ്ങനെയാണ് എന്തൊക്കെയാ കളിക്കുന്നത് നോക്കിയേ. ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ കളിക്കാറുണ്ട്. പിന്നെ കരോക്കെ പാടലുണ്ട്. അങ്ങനത്തെ പാട്ട്. Guys, ഇവിടെ ലൈറ്റ്സ് മൊത്തം ഓഫ് ആക്കിയിട്ട് ഫെയറി ലൈറ്റ്സ് മാത്രമുള്ളപ്പോ ഇങ്ങനെയാണ് കേട്ടോ കാണാന്. നല്ല ഭംഗിയില്ലേ? ഇങ്ങനെ ഈ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ പാട്ടൊക്കെ വെച്ച് ഡാൻസും കളിക്കാറുണ്ട്. നല്ലൊരു മരമുണ്ട് അവിടെ. ഫെയറി ലൈറ്റ്സിന് ഒരു മരമുണ്ട് ഇവിടെ. പിന്നെ മൊത്തത്തിൽ ഇവിടെ ഫുൾ ഫെയറി ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് പാട്ടൊക്കെ വെച്ചാലോ? പാട്ട്. അപ്പൊ ഇതാണ് ശ്രീന്റെ റൂമിന്റെ ഉള്ളിലുള്ള കുഞ്ഞു വിശേഷങ്ങള്. നമ്മള് പൊതുവേ ഒരു റൂമിൽ, അതായത് സാധാരണ ഒരു റൂമിൽ ഇരിക്കുന്നതിലും 10 കാര്യങ്ങൾ ഈ റൂമിനുള്ളിൽ ചെയ്യാറുണ്ട്. നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാറുണ്ട്, പിന്നെ എന്താ പറയാ പെയിന്റ് ചെയ്യാറുണ്ട്, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഫുഡ് കഴിക്കാൻ നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ചായ ഇടയ്ക്ക് കുടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ട്. അതെ. പിന്നെ എന്താ പറയാ, ഇപ്പൊ നമ്മൾ സാധാ റൂമിലാണെങ്കിലും വരിക, കടന്നുറങ്ങുക, അങ്ങനത്തെ സംഭവങ്ങളല്ലേ ഉള്ളൂ. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ റൂം ഭയങ്കര എസ്തെറ്റിക് ആണ്, സാധാ റൂം പോലെയല്ല. ആ സൈഡ് എല്ലാ സൈഡും ഭയങ്കര പൊതുവെ നമ്മുടെ റൂമിലേക്ക് ഒന്ന് ബെഡൊക്കെ കാണുമ്പോൾ കിടന്നുറങ്ങാനുള്ള ഒരു മൂഡ് ആയിരിക്കും. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി എന്താ പറയാ, നല്ല ആംബിയൻസിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് ഇതിന്റെ ഉള്ളില്. അങ്ങനെ നമുക്ക് അതെ, ഫുൾ എസ്തെറ്റിക് വൈബ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ മൊത്തത്തില് 6 മണിക്കൂറായി നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇതിനുള്ളിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് അത്രയും 6 മണിക്കൂർ പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ നിങ്ങൾക്ക് എന്റെ റൂമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. പിന്നെ ഈ റൂമിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നുള്ളത് നേരെ കമന്റ് ബോക്സിൽ പറയാം. റൂം ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഗൈസ്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ റൂമിന്റെ കാര്യത്തിനെ പറ്റിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. This is Shrishmi. This is Shamya. സഞ്ജിത. Signing off.